ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഒരു വരി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ശിവഭഗവാൻ നിങ്ങൾക്ക് വലിയ സമ്പത്തിന്റെ കോടീശ്വര യോഗം നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. അപ്പൊ ഇതൊരു നിസ്സാര വരിയല്ല. ഇത് നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഈ വരി കൊണ്ട് ചില പ്രത്യേക രീതിയിലാണ് ഈ വരി നിങ്ങൾ ജപിക്കേണ്ടത്. നിങ്ങളുടെ ഏത് ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും. ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ആ കോടീശ്വരതയുടെ അല്ലെ വലിയ സമ്പത്തിന്റെ യോഗം ഭഗവാന് അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ആരംഭിച്ചു തുടങ്ങും. എന്ന് ചിന്ത ചെയ്താൽ നാളെ ഫലം ഉണ്ടാകുമെന്നല്ല, പക്ഷെ ഫലം ഉണ്ടാകും. വിശ്വാസത്തോടെ ചെയ്യുന്നതോടെ എല്ലാം സാമ്പത്തിക നില മാറും, കടങ്ങൾ മാറാനും ഭഗവാൻ ഏത് കാര്യത്തിനും നിങ്ങൾക്ക് സഹായം നൽകും. മാത്രമല്ല, ഒന്നും ആവശ്യപ്പെട്ടില്ലേ പോലും നിങ്ങളുടെ ഏതൊരു കാര്യം ഭഗവാൻ നടത്തി തരും. ഇത് അപാരമായ സമ്പത്തിനെ വശ്യമാക്കുന്ന ഒരു രഹസ്യ വരിയാണ്. ഈ വരി നിങ്ങളുടെ കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ നമ്മുടെ പ്രയത്നം കൂടെ വേണം. ഏതൊരു കാര്യവും കൂടെ നമ്മുടെ പ്രയത്നം കൂടെ ആകുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഒരു മന്ത്രം ചൊല്ലിയിട്ടോ ഒക്കെ, അതുകൊണ്ട് മാത്രമല്ല നമ്മുടെ പ്രയത്നം കൂടെ അതിൻ്റെ കൂടെ ചെല്ലണം. അപ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു അത്ഭുതകരമായ രഹസ്യമായ ഒരു വരിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അത് ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ബുക്ക് വാങ്ങുക, ഒരു ചെറിയൊരു ബുക്ക് വാങ്ങുക. ആ ബുക്കിൽ ഞാൻ ഈ പറയുന്ന മന്ത്രം ഒരു ചതുരം വരയ്ക്കുക. ചതുരം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, സാമാന്യ ഒരു ചതുരം വരച്ചിട്ട് ആ ചതുരത്തിൻ്റെ 4 കോണിലും ഓരോ പൂജ്യം ഇടുക. ഇത് പച്ച മഷി കൊണ്ട് ചെയ്യണം, സ്കെച്ച് പേന മേടിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് നീല മഷി കൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം എഴുതണം. എഴുതിയിട്ട് ഈ ബുക്ക് അടച്ചു ഒന്നുകിൽ ശിവന്റെയും പാർവതിയുടെയും ഫോട്ടോയുടെ മുന്നിൽ വെക്കുക, അല്ലെങ്കിൽ ഡ്രോയിലോ എവിടെ വേണേലും വെക്കാം. ശനിയാഴ്ച ഈ ബുക്ക് എടുത്ത് വെച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് ഈ മന്ത്രം മനസ്സിൽ ജപിക്കുക. ഒരു തവണ വാവുകൊണ്ട് ജപിക്കുക, പിന്നെ മനസ്സിൽ ജപിക്കുക. അപ്പം മന്ത്രം പറഞ്ഞു തരാം. ഈ മന്ത്രം മാത്രമല്ല, ഈ മന്ത്രം കൊണ്ട് ശത്രുദോഷം മാറ്റാനും ഇത് വശ്യമാണ്, സമ്പത്ത് വശ്യം. ഈ മന്ത്രം നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കാര്യവും ഭഗവാനോട് പറഞ്ഞില്ലേ പോലും നിങ്ങൾക്ക് നല്ല ജോലി, നല്ല ഉയർച്ച, സാമ്പത്തികം, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ തുടങ്ങും. ഇനി ഇതുകൊണ്ട് ശത്രുദോഷത്തിന് വേറൊരു പ്രയോഗമുണ്ട്, ഭസ്മം കൊണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇത് സമ്പത്ത് വശ്യത്തിൻ്റെ മനസ്സിലായല്ലോ. എന്നിട്ട് ശനിയാഴ്ച ഈ ബുക്ക് എടുത്ത് നിങ്ങൾ ആ ബുക്ക് തുറന്നു നോക്കരുത്. ആ ബുക്ക് അടച്ചു തന്നെ വെച്ച് നിങ്ങൾ ഈ മന്ത്രം ഒരു തവണ വാഗൊണ്ട് ജപിച്ചിട്ട് മനസ്സിൽ ജപിക്കുക. ശനിയാഴ്ചകൾ മതി. ബാക്കി ദിവസങ്ങളൊക്കെ ബുക്ക് എടുത്ത് ജപിക്കേണ്ട. ബുക്ക് ആ ശിവന്റെയും പാർവതിയുടെയും ഫോട്ടോയുടെ മുന്നിലോ അല്ലെ നിങ്ങളുടെ ഡ്രോയിലോ എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാം, ഷെൽഫിലോ എവിടെ വേണമെങ്കിലും വെക്കാം. ശനിയാഴ്ച മാത്രം ബുക്ക് എടുത്തിട്ട് തുറന്നു നോക്കരുത്. ബുക്കിന്റെ മുന്നിൽ നിന്ന് വാഗൊണ്ട് ഒരു തവണ മന്ത്രം ജപിച്ചിട്ട് മനസ്സിൽ ജപിക്കാം. മന്ത്രം ഇതാണ്: ക്ലീം നമ ശിവായ. ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിട്ടേക്കാം, എന്ന് നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഓം ഒന്നുമില്ല. ക്ലീം നമ ശിവായ. ഒന്നുകൂടെ പറയാം: ക്ലീം നമ ശിവായ. ഇതാണ് മന്ത്രം. ഈ മന്ത്രത്തിന് ചില അത്ഭുതകരമായ കഴിവുകളുണ്ട്. ഇത് ഞാൻ മന്ത്രം പറഞ്ഞു തരുന്നത് ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു ചെയ്തവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാറേ ഇത് വീഡിയോയിലൊന്ന് പറയണം. അവരുടെയൊക്കെ നമ്പറും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇതിനൊക്കെ ഒരു നേരമുണ്ട്, ഒരു സത്യമുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് ചുമ്മാ ഈ അവിടെ ഇവിടെ കാണുന്ന കാര്യങ്ങളാകുന്നില്ല, അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. ചെയ്തവർക്ക് ഗുണമുണ്ടായി. അപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഇത് വീഡിയോ പറഞ്ഞ ആളുകൾക്ക് പ്രയോജനം കിട്ടുമല്ലോ, ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നോട് ഇവിടെ വന്ന് പറഞ്ഞു. ഭഗവാന്റെ മുന്നേ ഇരുന്നാ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ മന്ത്രം പറഞ്ഞു തരുന്നത്. അല്ലാതെ ചെറിയ കാര്യമൊന്നുമില്ല. ഇത് ജീവിതം മാറ്റിയ കാര്യമാണ്. ഒരുപാട് ജീവിതങ്ങൾ അത്ര ശക്തിയുണ്ട് ഈ മന്ത്രത്തിന്. ഈ മന്ത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. പിന്നെ നിത്യേന രാവിലെ ഈ മന്ത്രം വാഗൊണ്ട് ഒരു തവണ ജപിച്ചിട്ട് മനസ്സിൽ ജപിക്കുക. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ജപിക്കുക. ഒരു തവണ രാവിലെ വാഗൊണ്ട് ജപിക്കുക, കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന്, വൈകിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് ജപിക്കുക. ദിവസവും ചെയ്യാം. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ജപിക്കാം. ഈ മന്ത്രം എത്രയും ജപിക്കാമോ അത്രയും ജപിക്കണം. നിങ്ങളുടെ ഇതിലേക്കെല്ലാം വരും. നിങ്ങൾ ചെയ്തു നോക്കിയോ? നിങ്ങളെ അതുവരെ കണ്ടിട്ട് നിങ്ങളെ മിണ്ടാത്ത ആളുകൾ, ഒരു പരിചയമില്ലാത്ത ആളുകൾ പോലും ചിരിച്ച് കാണിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിയോ? അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതുപോലെ നിങ്ങൾ ഒരു പരിചയമില്ലാത്തവർ ഇങ്ങോട്ട് കയറി കൊണ്ടും. അപ്പം നമ്മൾ വിചാരിക്കും ഇങ്ങനെ മന്ത്രങ്ങളുണ്ടോ? ഇത് അത്ഭുതകരമായ കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ ഐക്യം ഉണ്ടാകും. നമ്മുടെ തൊഴിലിൽ പൈസയൊക്കെ ചോദിക്കാതെ തന്നെ ശമ്പളം കൊടുത്ത അനുഭവമുണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായി ധനം ഉണ്ടാകാനുള്ള വഴികൾ തെളിയും. ഒരു തൊഴിലാണെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം.
ഒരു ശമ്പളത്തിന് ജോലി ചെയ്യുകയാണെന്നുള്ള ശമ്പള വർധനവും നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ചിലപ്പോൾ അത് ഉണ്ടാകും. അങ്ങനെ ഉണ്ടായ അനുഭവം ഉണ്ടാകുകൊണ്ടായി പറയുന്നത് കേട്ടോ. എന്ന് വേണ്ട, ജീവിതം മാറി മറിയും. ഇനിയും ശത്രുദോഷം, ഈ മന്ത്രത്തിന്റെ ശത്രുദോഷം ഇല്ലാതാക്കാനുള്ള ഒരു വിദ്യ പറഞ്ഞുതരാം. അത് ഇങ്ങനെയാണ് ചെയ്യണം, ശനിയാഴ്ച ചെയ്താൽ മതി. അപ്പോൾ അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഈ മന്ത്രത്തിന്റെ ഒരു രഹസ്യം പറഞ്ഞുതരാം കേട്ടോ. ഈ മന്ത്രത്തിന് ക്ലീം എന്ന ബീജം ഉണ്ട്. ഇത് ശക്തമായ ആകർഷണ ബീജമാണ്, കാമബീജമാണ്, ആകർഷിക്കുന്ന ബീജമാണ്. അതുപോലെ ശക്തമായ ആകർഷണത്തിന്റെ ഊർജമാണ് ഈ ക്ലീം എന്നുള്ള ബീജത്തിനകത്ത്. ഇത് പല ശിവമന്ത്ര അല്ല പല ഭദ്രകാളി അല്ലെ കൃഷ്ണന്റെ മന്ത്രങ്ങളിലൊക്കെ ഇത് വരാറുണ്ട്. ശിവമന്ത്രമായിട്ട് ചേരുമ്പോൾ അപാരമായ ശക്തിയാണ് ഇതിനുണ്ടാകുന്നത്. അത് നിങ്ങൾ അറിയണം, അത് അറിഞ്ഞ് ജപിച്ചാലേ ഫലം ഉണ്ടാകുന്നത്. ശിവമന്ത്രവുമായിട്ട് ഈ ക്ലീം ചേരുമ്പം അപാരമായ ശക്തിയാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഭൗതികമായ വീട്, ഭൂമി, സമ്പത്ത്, ജോലി ഉയർച്ച, പിന്നെ അധികാരം വേണ്ടവർക്ക് അധികാരം എന്ന് വേണ്ട സർവ്വ ഐശ്വര്യങ്ങൾ നേടിക്കൊടുക്കുമെന്ന് മാത്രമല്ല, ആ ഭൗതികവും ആത്മീയമായ അനുഗ്രഹങ്ങളെ, ഈശ്വരാനുഗ്രഹം, ദൈവാനുഗ്രഹം, ഈശ്വരനെ അനുഭവിക്കുക, ഇങ്ങനെ ഭൗതികവും ആത്മീയവുമായ രണ്ട് തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഈ മന്ത്രം തരുമെന്നുള്ളതാണ്. ഈ മന്ത്രത്തിനകത്ത് നമശിവായ എന്നുള്ളതുണ്ട്. നമശിവായ എന്ന് വെച്ചാൽ ശിവനെ ഞാൻ വണങ്ങുന്നു. ഇതിൽ ന എന്ന് പറഞ്ഞാൽ ഭൂമിയെയാണ്, പഞ്ചഭൂതങ്ങളിൽ ഭൂമിയാണ് പ്രതിനിധീകരിക്കുന്നത്. മാ ജലം, ശി അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു, വ വായുവിനെ പ്രതിനിധീകരിക്കുന്നു, യ ആകാശത്തെ പ്രതിനിധീകരിക്കുന്നു. അപ്പൊ ഇത് പഞ്ചഭൂതങ്ങളെ, ഈ നമശിവായ എന്നുള്ള അക്ഷരത്തിനകത്ത് പഞ്ചഭൂതങ്ങളും ഉണ്ട്. അത്രയും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അടുത്ത വരി പറയുന്ന കേൾക്കാൻ പോവാം. പഞ്ചഭൂതങ്ങളെയാണ് നമശിവായ പ്രതിനിധീകരിക്കുക എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ലൈൻ ഞാൻ പറയാൻ പോകുന്നത്, ഈ പഞ്ചഭൂതങ്ങളിൽ തന്നെയാണ് ഈ പ്രപഞ്ചം, ഈ പഞ്ചഭൂതങ്ങളിൽ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതും, ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് എവരിത്തിങ്. അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. ആ നമശിവായുടെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ പഞ്ചഭൂതങ്ങളിൽ തന്നെയാണ് നിങ്ങൾ കാണുന്ന ഈ പ്രപഞ്ചവും, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രപഞ്ചവും, എവരിത്തിങ്. അപ്പോഴേ എന്തൊരു പവറാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. അതിനകത്ത് എല്ലാം ഉണ്ട്. അതാണ് എല്ലാം. അപ്പൊ ക്ലീം നമശിവായ എന്നാണ് ജപിക്കുന്നത്. അപാരമായ ആകർഷണത്തിന്റെ ബീജവും നമശിവായും കൂടെ ചേർന്നു. അപ്പൊ നിങ്ങൾക്ക് ആകർഷണവും ലയവും ഈ മന്ത്രത്തിലുണ്ട്. ആരുമായിട്ട് ലയം? ഭഗവാൻ ശിവന്റെ ഭഗവാനുമായിട്ട് മാനസികമായിട്ട് ലയിക്കുവാണ്. ആകർഷണവും ലയവും. ശിവന്റെ അനുഗ്രഹം ഉള്ളിടത്ത് മഹാലക്ഷ്മി തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. കുബേരന് സമ്പത്ത് നൽകിയത് മഹാലക്ഷ്മിയെ, എല്ലാം ആ ശിവന്റെ കൃപ കൊണ്ടാണ്. സമ്പത്തിന്റെ ഉറവിടമായ കുബേരന് സമ്പത്ത് നൽകിയത് ഭഗവാൻ ശിവനാണ്. മഹാലക്ഷ്മിയും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട്. അതായത് കൂവളത്തിലെ മഹാലക്ഷ്മി വസിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശിവനെ നിന്നാണ് ഇതെല്ലാം പോയിരിക്കുന്നത്, അതാദ്യം മനസ്സിലാക്കുക. അപ്പം ഭഗവാന്റെ അപാരമായ ഒരു മന്ത്രമാണ് പറഞ്ഞു തന്നത്. നിങ്ങൾ ഈ മന്ത്രം ചെയ്യുന്നതോടൊപ്പം ഈ ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷങ്ങളുടെ പൂജയൊന്നുമല്ല. പെട്ടെന്ന് ഭഗവാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താലും പ്രസാദിക്കും. ഭഗവാൻ ഭോലേനാഥൻ അറിയപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സിൽ ശുദ്ധി ഉണ്ടായാൽ മതി. ആ ശുദ്ധിയോടുകൂടി ഒരു കൂവളത്തിലെ വെച്ചാലും ഭഗവാൻ പ്രസാദിക്കും. മനസ്സിലാകുന്നുണ്ടോ? വലിയ വലിയ പൂജകൾ എന്നുള്ളതല്ല അവിടെ. ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ ഭോലേനാഥൻ, പെട്ടെന്ന് പ്രസാദിക്കുന്ന, പെട്ടെന്ന് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്ന. ഒരു കൂവളത്തിലെ വെച്ചാലും മതി, പക്ഷെ മനസ്സ് ശുദ്ധി ഉണ്ടാകണം. നിങ്ങൾക്ക് ഭഗവാൻ ഏറ്റവും പ്രിയമാണ് കൂവളത്തില. അതുപോലെ തന്നെ ജലധാര ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ്. പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുമ്പോൾ ശനിയാഴ്ചകളിൽ ഭഗവാനും കൂവളത്ത് മാലയോ കൂവളത്തിലെ അർച്ചനയോ പാൽപ്പായസവും പിൻവളക്കും കൊടുക്കുക. ഒരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും കൂടെ കൊടുക്കുക. നന്ദി പറയുക ഭഗവാനോട്. നിങ്ങൾ ഭഗവാനോടും ഭഗവതിയോടും, അതായത് പാർവ്വതീദേവിയോടും പറയണം കേട്ടോ. പാർവ്വതീദേവിയെ വിളിച്ചിട്ടേ ഭഗവാനെ വിളിക്കാവുള്ളൂ. നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. എന്നെ വഴി വെച്ച് കണ്ടാൽ മിണ്ടിയില്ലേ പോലും സന്തോഷമേ ഉള്ളൂ. മിണ്ടിയാലും സന്തോഷം. അതിലല്ല കാര്യം. ഞാനും നിങ്ങളൊന്നുമല്ല, ഈ ഭഗവാനും അമ്മയുമാണല്ല. നിങ്ങൾ അമ്മയോടും ഭഗവാനോടും നന്ദി പറയുക കേട്ടോ. ഈ ഒരു അറിവ് എൻ്റെ അറിവൊന്നുമല്ല, ഇത് ഭഗവാൻ തരുന്നു. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. എനിക്ക് ഒരു അറിവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് പരമേശ്വരനും നന്ദി പറഞ്ഞ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാട് ചെയ്യണം. നിങ്ങൾക്ക് അതുപോലെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ. അപ്പോഴേ ഇനിയും ഈ ശനിയാഴ്ച മാത്രം ഒരു തട്ടത്തിൽ അല്പം ഭസ്മം വെച്ച്, ഭസ്മം എടുത്ത് വിതറുക, ഇങ്ങനെ നിരത്തി വെക്കുക തട്ടത്തിൽ. അതിനകത്തൊരു പച്ചക്കർപ്പൂരം വെച്ച് കത്തിച്ച് ശിവന്റെയും പാർവതിയുടെയും ഫോട്ടോയുടെ മുന്നിൽ പിടിച്ച് ക്ലീം നമശിവായ എന്ന് കൊണ്ട് 3 തവണ ജപിച്ചിട്ട്
പിന്നെ 3 തവണ മനസ്സിൽ ജപിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക. ആഗ്രഹങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഭഗവാൻ എല്ലാം നടത്തി തരും. ഇത് ശനിയാഴ്ച മാത്രം ചെയ്യുക രാവിലെ. എന്നിട്ട് ഈ ഭസ്മം നിങ്ങൾക്ക് ചെടിയുടെ ചോട്ടിൽ എവിടെയെങ്കിലും കളയാം. പിന്നെ അടുത്ത ശനിയാഴ്ച വേറെ ഭസ്മം എടുത്താൽ മതി. ഇത് ശത്രുദോഷങ്ങളെ മാറ്റിത്തരും. ശനിയാഴ്ച ചെയ്ത സർവ്വവിധത്തിലുള്ള നമ്മൾക്കെതിരെ വരുന്ന ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ, അതായത് അവരെ ഇവരും ഒന്നും ചെയ്തെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നമുക്കെതിരെ വരുന്ന ഏതൊരു നമുക്ക് ദോഷമാകുന്ന പ്രവർത്തനങ്ങളെയും ഭഗവാൻ മാറ്റിത്തരും എന്നുള്ളതാണ് രഹസ്യമായ വ്യക്തി. ഇനിയും ഈ ശത്രുദോഷങ്ങൾക്ക് ഈ ചില ശത്രുദോഷങ്ങൾ ശക്തമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ശനിയാഴ്ച വൈകുന്ന പാട് അല്പം ഭസ്മം തട്ടത്തിനകത്ത് വെച്ച് നിരത്തി ഒരു കർപ്പൂരം വെച്ച് ഓം ഹ്രീം നമഃശിവായ എന്ന് ശിവന്റെ ഫോട്ടോയുടെ മുന്നിൽ പടിഞ്ഞാട് തിരിഞ്ഞു നിന്ന് ജപിക്കുക. അല്ലെങ്കിൽ കിഴക്കോട്ട് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ജപിച്ചാലും കുഴപ്പമില്ല. ഓം ഹ്രീം നമഃശിവായ. ഈ ശനിയാഴ്ച വൈകിട്ട് ചെയ്യണം. ഒരു 9 മണി അല്ലെ 10 മണി ഒക്കെ ആകുമ്പോൾ. എന്നിട്ട് ആ ഭസ്മം കളയുക. ആ ചെടിയുടെ ചോട്ടിൽ എവിടെയെങ്കിലും ഇടാം. ശനിയാഴ്ച വൈകിട്ട് ചെയ്താൽ അപാരമായ നിങ്ങളെ ഒരു ശക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓം ഹ്രീം കായല്ല കേട്ടോ. ഓം ഹ്രീം നമഃശിവായ എന്ന മന്ത്രം ശനിയാഴ്ചകൾ വൈകിട്ട് ചെയ്താൽ മതി. ഒരു തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളെ മാറ്റത്തില്ല. ഏതൊരു ശക്തിക്ക്, ഇപ്പൊ ശത്രുദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കെതിരെ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല, അദൃശ്യമായ ശക്തികളിലും നമ്മൾക്കെതിരെ പ്രവർത്തിക്കാം. നെഗറ്റീവ് എനർജികൾ നമ്മൾ കാണുന്നില്ലെന്നുള്ളൂ. പ്രപഞ്ചത്തിൽ പല പല അദൃശ്യമായ ശക്തികളും ഉണ്ട്. നമ്മൾക്ക് കാണാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതേണ്ട ഇപ്പൊ ഈ ചെറിയൊരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, എന്നാൽ ശബ്ദം ഇല്ലെന്നാണ് അർത്ഥം. ശബ്ദമുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കണ്ണിനും കേൾവിക്കും എല്ലാം പരിധിയുണ്ട്. അതിനപ്പുറത്ത് പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള പല ശക്തികളും പ്രപഞ്ചത്തിലുണ്ടാകും. അങ്ങനെയുള്ള ശക്തികളുടെ പ്രവർത്തനങ്ങളെ തടുക്കാൻ ഈ മന്ത്രം നല്ലതാണ്. ഇപ്പൊ നമുക്ക് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് അറിയാം, പക്ഷെ മറ്റേത് അദൃശ്യമായി വരുന്ന പണികളെ എങ്ങനെ അറിയുന്നത്? ഓം ഹ്രീം നമഃശിവായ. ചിലർ പറയാറില്ല, എന്തു ചെയ്തിട്ടും എനിക്ക് ഒരു രക്ഷയില്ല, ഒരു മാറ്റമില്ല. ചിലപ്പോൾ ഈ അദൃശ്യമായ ചില ദുരാത്മാക്കളുടെ സാന്നിധ്യം ഇതൊക്കെ നമുക്കുണ്ടായാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ചില ദുഷ്ടമൂർത്തികളുടെ സാന്നിധ്യം, ചില ദുർമൂർത്തികളുടെ സാന്നിധ്യങ്ങൾ, ഇത് അങ്ങനെയൊക്കെയുള്ള ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം ഉണ്ട്. നല്ലതുണ്ടെങ്കിൽ മോശവും ഉണ്ട്. ഇതൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. നമ്മൾ കടന്ന് ജീവിതത്തിൽ നട്ടോട്ട ഓടും. ഇതെന്തോ സംഭവിക്കുന്നത്, എനിക്കാണ് മനസ്സിന് സ്വസ്ഥതയില്ല എന്നൊക്കെ പലരും പറയാറില്ലേ. ഇതിനൊക്കെ ഈ വിദ്യ നല്ലതാണ്. ശനിയാഴ്ച വൈകിട്ട് മാത്രം ചെയ്താൽ മതി. അത് ഇനിയിപ്പം ഇത് നിങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ശിവന്റെയും പാർവതിയുടെ ഫോട്ടോയുടെ മുന്നിൽ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിവനെയും പാർവതിയും സങ്കല്പിച്ച് പടിഞ്ഞാട് തിരിഞ്ഞു നിന്ന് ഒരു ചെറിയ തട്ടത്തിനകത്ത് അല്പം ഭസ്മം എടുത്ത് നിരത്തി ഒരു കർപ്പൂരം അതിൻ്റെ അകത്ത് വെച്ച്, പച്ചക്കർപ്പൂരം വേണമെന്നില്ല, അത് സാധാ കർപ്പൂരം ആണെങ്കിലും മതി, കത്തിച്ച് ജസ്റ്റ് ഭഗവാനെ അമ്മയെ സങ്കല്പിച്ച് ഓം ഹ്രീം നമഃശിവായ എന്ന വാവുകൊണ്ട് ജപിച്ച് ഒരു 3 തവണ ജപിക്കുക. എന്നിട്ട് മനസ്സിലും ജപിച്ച് ഭഗവാനെ എനിക്ക് തുണയാകണേ, അമ്മേ പാർവദേവി. ഇതിന് അപാര ശക്തിയുണ്ട് കേട്ടോ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിൽ പറയുക. എന്നിട്ട് ആ കർപ്പൂരം കെട്ട് കഴിയുമ്പോൾ ആ ഭസ്മം എവിടെയെങ്കിലും ചെടിയുടെ ചോട്ടിലോ എവിടെയെങ്കിലും ഇടാം, കളയാം. ഇതിന് അടുത്ത ശനിയാഴ്ച വേറെ ഭസ്മം എടുത്താൽ മതി. ഇത് നിങ്ങളുടെ റൂമിൽ കഥ കടച്ചിട്ട് വേണം ചെയ്യുക. ഒരു പ്രാർത്ഥനയാണ്, നല്ല കാര്യം, അല്ലാതെ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ആവശ്യമുള്ളവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുള്ളൂ, നമ്മൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറഞ്ഞു വരത്തുള്ളൂ. ഓം ഹ്രീം നമഃശിവായക്കകത്ത് ഒരുപാട് ശക്തി, അത് പാർവദേവി ഉണ്ട് അതിൻ്റെ അകത്ത്. അതാണ് അതിൻ്റെ മന്ത്രത്തിൻ്റെ ശക്തി. ഹ്രീം എന്ന് വെച്ചാൽ ശക്തി ബീജമാണ്. അമ്മ അതിനകത്തുണ്ട്, അതാണ് അതിൻ്റെ രഹസ്യം. അതിനെ ആർക്കും പ്രപഞ്ചത്തിൽ തടുക്കാൻ പറ്റത്തില്ല, അതിനെ എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല അമ്മയുടെ ശക്തിയെ. അതാണ് ഈ ഓം ഹ്രീം നമഃശിവായയുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ അതിന് വലിയ ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി ഒരു അത്ഭുതകരമായ കാര്യം പറഞ്ഞുതരാം. എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ മെസ്സേജ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം കടമാണ്. കടം, വീട്ടിൽ കലഹം, വഴക്ക്, ബഹളം, ഭൂമി ദോഷങ്ങൾ ഒക്കെ ഉണ്ട്, പിന്നെ കടബാധ്യതകളും. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തരികയാണ്. ഈ കടം ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കഴിവ് വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അവസരം കിട്ടാതെ വരിക, അവസരം കിട്ടിയാലും ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വരിക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ സാമ്പത്തികം നമുക്ക് വേണ്ട രീതിയിൽ ഉണ്ടാകാത്തത്. നമുക്ക് നല്ല നല്ല അവസരങ്ങൾ ഒന്നുകിൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ കിട്ടിയാലും പ്രയോജനപ്പെടുത്താൻ പറ്റാതെ വരിക. അപ്പോഴാണ് നമുക്ക് സാമ്പത്തികം നമ്മളിലേക്ക് വരുന്നത് കുറയുന്നത്.
സാമ്പത്തികമായ ഒരു ഉയർച്ചയ്ക്ക് തടസ്സം വരുന്നത്. ഇപ്പം നല്ലൊരു അവസരം വന്നു, അത് പ്രയോജനപ്പെടുത്താൻ പറ്റി സാമ്പത്തികമായിട്ട്, അങ്ങനെയുള്ളവരെല്ലാം സമ്പന്നരാകും. ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അതാണ് അതിൻ്റെ അകത്തെ കാര്യം. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ കർമ്മദോഷമുണ്ട്, കർമ്മദോഷമാണ് പ്രധാനം. രണ്ട്, ചില ശാപദോഷങ്ങൾ കാണും. മൂന്ന്, ഭൂമിദോഷങ്ങൾ കാണും. ഈ ഭൂമിദോഷമാണ് ഇപ്പം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഭൂമിദോഷം, നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ, ആ ഭൂമിയിൽ ചില ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആ ഭൂമിയിൽ ചിലപ്പം നമ്മൾ താമസിക്കുന്നിടത്ത് വല്ല ദുരാത്മാക്കളുടെ സാന്നിധ്യം, അല്ലെങ്കിൽ പിന്നെ ഭൂമിപരമായ ഏതെങ്കിലും ദോഷങ്ങൾ, ആ ഭൂമിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന വീടിന് ചിലപ്പം ഒരു ശരിയായ സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ, അങ്ങനെ ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ വീട്ടിൽ നമ്മൾ തൊഴിലിന് ഇറങ്ങി പോകുമ്പോൾ ഒക്കെ നമുക്ക് എത്ര പണം വന്നാലും വീട്ടിൽ നിലനിൽക്കുന്നില്ല. എപ്പോഴും കടം, കലഹങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്നു. അതിന് വരാഹമൂർത്തിയെ പിടിക്കുക. മനസ്സിലായല്ലേ? വരാഹമൂർത്തിയെ, വരാഹിയല്ല, വരാഹമൂർത്തി. അപ്പൊ അതിൻ്റെ ഒരു നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് വളരെ ഗുണമുണ്ടായിട്ടുള്ള കാര്യമാണ്, ലളിതമായ കാര്യമാണ്. മന്ത്രം ഇതാണ്: ഓം വരാഹായ നമ ഭഗവതേ ഭൂപതയേ. ഇത്രയേ ഉള്ളൂ. ഇത് വീഡിയോയുടെ താഴെ ഈ മന്ത്രമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം, ഒന്ന് നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. ഓം വരാഹായ നമ, നമോ എന്നല്ല, നമ ഭഗവതേ ഭൂപതയേ. ഇത്രയേ ഉള്ളൂ. ഈ മന്ത്രം നിങ്ങൾ രാവിലെ വൈകിട്ടും കർപ്പൂരം തൊട്ട് ജപിക്കണം. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് രാവിലെ ഒരു 5:30-ക്കും 5:45-നും ഇടയ്ക്ക് ഇരുട്ടുള്ള സമയത്ത്, ആരും കാണാതിരിക്കുന്നതാണ് നല്ല, കണ്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം. എങ്കിലും കാണാൻ ചെയ്യുമ്പോൾ അതിനൊരു ഫലമാണ്. വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അല്പം ഭസ്മം, ഒരു നുള്ളു ഭസ്മം ഈ മന്ത്രം ജപിച്ച് വിതറുക. ശനിയാഴ്ച രാവിലെ ചെയ്യുക. അത് 5:30-ക്കും 5:45-നും ഇടയ്ക്ക് ഇരുട്ടുള്ള സമയമായിരിക്കണം. കഴിവതും ആരും കാണാതെ ചെയ്താൽ ഫലമാണ്. ഇനി കണ്ടാലും ദോഷമോ കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ് ചെയ്യുന്നത്. നമ്മളൊരു പ്രാർത്ഥനയാണ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല. ഇനി കാണാതെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഫലമാണ്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കുറയും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, വല്ലവരും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട, അടുത്ത ശനിയാഴ്ച അങ്ങ് ചെയ്താൽ മതി. അല്ലെ അവർ കാണാതെ ഒന്നുകൂടെ അങ്ങ് ചെയ്താൽ മതി. കാണാതെ ചെയ്യുന്നാൽ കുറച്ചുകൂടി നല്ലത്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അല്പം ഭസ്മം, അല്പം മതി, ഈ മന്ത്രം ജപിച്ച് വിതറുക. വാഗൊണ്ട് ജപിച്ചിട്ട് പിന്നെ ഒന്ന് മനസ്സിലും ജപിച്ച് വിതറാം. പിന്നെ ദിവസവും രാവിലെയും വൈകിട്ടും കർപ്പൂരം തൊട്ട് വാഗൊണ്ട് തന്നെ ജപിക്കണം ഈ മന്ത്രം. ഇതിന്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കടബാധ്യതകൾ മാറാൻ നല്ലതാണ്. ഭൂമി ദോഷങ്ങൾ മാറും. ഭൂമി സംബന്ധമായ കേസ്, വഴക്ക്, പ്രശ്നങ്ങൾ മാറും. ആ ഭൂമിയിൽ ഏതെങ്കിലും നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകും. നമ്മൾക്കെതിരെ വരുന്ന ഏത് തരത്തിലുള്ള ശത്രുദോഷങ്ങളെ മാറ്റും. നമുക്ക് സമ്പത്തെ, ഐശ്വര്യം, കടങ്ങൾ മാറുക, ശത്രു വിജയങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെ വരാഹമൂർത്തി സാധിച്ചു തരും എന്നുള്ളതാണ്. കാരണം ആ ഭൂമിയിൽ, ഇപ്പം നമ്മൾ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യണം, ഈ ഭൂമി പല ദോഷങ്ങളും കാണും. അല്ലെങ്കിൽ ഭൂമി നമ്മൾ വീട് വെച്ചപ്പം അത് പല പാളിച്ചകളും കാണും. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പുറകെ പോയി എത്ര രൂപ പോയാലും ചിലപ്പോൾ ഒന്ന് ശരിയാകണമെന്നില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കൂടി ഭസ്മത്തിന് എത്ര രൂപ ആകും? 10 രൂപ. ഇങ്ങനെയുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നത്, നല്ല കാര്യം. ഇതുകൊണ്ട് ചിലപ്പോൾ മാറും. വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് മാറാത്തതുപോലെ ഇതുകൊണ്ട് മാറും ഈ 10 രൂപയുടെ ഭസ്മത്തെ. അതാണ് ഞാൻ പറയുന്ന വിദ്യ. എല്ലാ ശനിയാഴ്ചകളും ചെയ്യുക. ആ വീട്ടിൽ ഐശ്വര്യങ്ങൾ ഉണ്ടായി തുടങ്ങും. പിന്നെ ഇത് ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും കൂടെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ചൊവ്വ, ശനി 2 ദിവസങ്ങളിൽ ചെയ്യുക. രാവിലെ ചെയ്യുക. ഇതുപോലെ ഞാൻ പറഞ്ഞ ഇരുട്ടുള്ള സമയത്ത് ചെയ്യുക. ആ വീടിൽ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. വിശ്വാസത്തോടെ ചെയ്താൽ ഈ മന്ത്രത്തിന് അത്ര ശക്തിയുണ്ട്. പിന്നെ ഭൂമി സംബന്ധമായ ഏതൊരു പ്രോബ്ലംസും, ഭൂമി സംബന്ധമായി നമ്മൾ ആ ഭൂമിയിൽ ഇരുന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്, നമ്മൾ ആ ഭൂമിയിലാണ് ഉറങ്ങുന്നത്, നമ്മൾ രാവിലെ അവിടെ നിന്നാണ് ജോലിക്ക് ഇറങ്ങി പോകുന്നത്. അപ്പൊ അവിടെ ഒരു ദൈവാനുഗ്രഹം, വരാഹമൂർത്തിയുടെ അനുഗ്രഹം വന്നു കഴിയുമ്പം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ആ വീട്ടിലുള്ളവരൊക്കെ രക്ഷപ്പെടും. സമ്പത്ത്, സമാധാനം, ഐശ്വര്യം എല്ലാം ഉണ്ടാകും. അതുപോലെ കേസ് സംബന്ധമായ കാര്യങ്ങളിലും വിജയങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും. അങ്ങനെ ഒരു കാര്യം ഇതിനുണ്ട്. കടബാധ്യത മാറാൻ ഉപകരിക്കും. ഇനിയും അടുത്തത് ഇച്ചിരൂടെ ഒരു കൂടിയ കാര്യം പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പൊ ചിലപ്പം ചിലർക്ക് വരാഹമൂർത്തിയെ ജപിക്കുമ്പോൾ ഫലം കിട്ടും. ചിലർക്ക് ചിലപ്പോൾ വരാഹമൂർത്തിയെ ഫലം കിട്ടണമെന്നില്ല. കാരണം പലർക്കും ഇപ്പം പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അങ്ങനെ ഉള്ളവർ അടുത്തത് വടുക ഭൈരവനെ അങ്ങ് പിടിക്കുക. മനസ്സിലായോ? അതായത് എല്ലാവിധ തടസ്സങ്ങളും, ഇപ്പം നമുക്ക് മനസ്സമാധാനമേ ഇല്ല, മനസ്സമാധാനമേ ഇല്ല. ഒരു തരത്തിലുള്ള മനസ്സിന് പ്രശ്നങ്ങളാ, ഒരിക്കലും സമാധാനം കിട്ടുന്നില്ല. ശത്രുവിന്റെ ദോഷങ്ങള്, പ്രശ്നങ്ങള്, തടസ്സങ്ങൾ. ദോഷങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സമയദോഷങ്ങൾ.
പിന്നെ നമുക്ക് നമുക്ക് എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് കേസ് സംബന്ധമായ കാര്യങ്ങൾ ഒരു തരത്തിൽ ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വടുക ഭൈരവനെ പിടിക്കുക, കളി അങ്ങ് മാറുക. ഇച്ചിരൂടെ ഒരു അതിനുള്ള പണി പറഞ്ഞുതരാം. ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യണമെന്നല്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ചിലപ്പം ചേരുന്നത്. എല്ലാവർക്കും എല്ലാം ചെയ്താൽ ഫലം ഉണ്ടാകണമെന്നില്ല. അപ്പൊ ഈ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ ചെയ്യുക. അതിനായി പലത് പറഞ്ഞു തരുന്നത്. മന്ത്രം ഇതാണ്: ഓം ഹ്രീം. ഹായ് ആണ്, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓം, ഒരു ഹ്രീമേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തരുവാണ്. ഓം ഹ്രീം വടുകായ ആപത്തുദ്ധരണായ കുരു കുരു വടുകായ ഹ്രീം ഓം സ്വാഹ. ഇതാണ് മന്ത്രം. ഇത് വീഡിയോയുടെ താഴെ എഴുതിയിട്ട് തരാം. ഈ മന്ത്രം നിങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം, അതിലാ കാര്യം. എങ്ങനെ പ്രയോഗിക്കണം? രാഹുകാലത്ത് ശിവക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിച്ച് നിങ്ങളുടെ കാര്യം പറഞ്ഞ് ശിവനട വെക്കുക. കേസാണെ കേസ് വിജയിപ്പിച്ചു തരണം. ഏത് കാര്യത്തിനും ചെയ്യാം. കലണ്ടറെ നോക്കിയാൽ മതി. തിങ്കളാഴ്ച മുതൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിലെ രാഹുകാലമുണ്ട്. ആ രാഹുകാലത്ത് ക്ഷേത്രം തുറക്കുന്ന സമയത്ത് രാഹുകാലത്ത് ചെയ്യാൻ പറ്റുന്നത്. ക്ഷേത്രം അടച്ചിരിക്കുമ്പോൾ രാഹുകാലത്ത് പോയി ചെയ്യരുത്. അപ്പം ക്ഷേത്രം തുറക്കുന്ന സമയവും ആ രാഹുകാലത്ത് ചെയ്യാൻ പറ്റുന്ന സമയം കൂടെ ചേർന്ന് വരുന്നത്. ഇപ്പം ഞായറാഴ്ച 4:30 തൊട്ട് 6 വരെ രാഹുവ ഏകദേശം. ഇപ്പം ഞായറാഴ്ച ചെയ്യാം വൈകുന്നപാട്. അങ്ങനെ ക്ഷേത്രം കൂടെ തുറക്കുന്ന സമയമായിരിക്കണം. ഇപ്പം ഈ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള എല്ലാ രാഹുകാല സമയത്തും ക്ഷേത്രം തുറക്കുന്നില്ല, അപ്പം ചെയ്യരുത്. ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയവും രാഹുകാലവും കൂടെ വരുമ്പോൾ, അപ്പം അങ്ങനെയുള്ള ഒരു സമയമാണ് ഞായറാഴ്ച വൈകിട്ട് 4:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് രാഹുകാലം വരുന്നുണ്ട്. ആ സമയത്ത് ക്ഷേത്രത്തിൽ പോവുക. ഈ മന്ത്രം ജപിച്ച് നെയ്വിളക്ക് തെളിയിച്ച് ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് തെളിയിച്ച് ശിവഭഗവാനോട് ഈ മന്ത്രം ജപിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ശിവനടയിൽ ഇത് മന്ത്രം ജപിച്ച് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുക. എന്നിട്ട് ശിവനടയിൽ വെക്കുക. ഈ മന്ത്രം ജപിച്ചിട്ട് നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇത് വടുക ഭൈരവനാണ് കേൾക്കുന്നത്. പക്ഷെ വെക്കുന്നത് ശിവനടയിൽ വെച്ചാൽ മതി. മന്ത്രം ജപിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് വടുക ഭൈരവനിലേക്കാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. പക്ഷെ നിങ്ങൾ ശിവനടയെ വെച്ച് കഴിയുമ്പോൾ അത് പരിപൂർണമായി. കാരണം ശിവന്റെ അംശം തന്നെയാണ് ഈ വടുക ഭൈരവൻ. മനസ്സിലായില്ലേ? അപ്പം വടുക ഭൈരവൻ ഭഗവാനോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ കൈവിടത്തില്ല. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. ശിവനടയെ വെക്കണം. ഏത് തരത്തിലുള്ള കേസ് ഒരു രക്ഷയില്ല. നിങ്ങളുടെ ഭാഗത്തൊരു ന്യായം കൂടെ ഒക്കെ വേണം കേട്ടോ. അതുപോലുള്ള പ്രശ്നങ്ങളെ, തടസ്സങ്ങളെ, ദുരിതങ്ങളെ ഒരു രക്ഷയില്ല എങ്കിൽ വിശ്വാസത്തോടെ ഇത് ചെയ്യുക. ഞായറാഴ്ച വൈകിട്ട് ചെയ്യണം. അതുപോലെ രാഹുകാലം വരുന്ന സമയവും ക്ഷേത്രം തുറന്നിരിക്കുന്നതുമായ സമയങ്ങൾ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇപ്പം തിങ്കളാഴ്ച രാവിലെ ചെയ്യാം. ശിവക്ഷേത്രത്തിൽ അത് തിങ്കളാഴ്ച രാവിലെ രാഹുകാലം വരുന്നത്, ആ സമയത്ത് ചെയ്യാം. ഞായറാഴ്ച വൈകിട്ട് ചെയ്യാം 4:30 തൊട്ട് 6 വരെ. ഇപ്പം 2 സമയം ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ നിങ്ങൾ കലണ്ടറിൽ നോക്കുക. രാഹുകാലവും ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയം കൂടെ നോക്കി ശിവക്ഷേത്രത്തിൽ ചെയ്യണം. ഞായറാഴ്ച വൈകുന്നപാട് അച്ചട്ടാ കേട്ടോ. അത് പ്രത്യേക ഫലം. അച്ചട്ടാ ഏത് കാര്യത്തിനും. നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടുന്നില്ല, തടസ്സം ഉണ്ടാകുന്നു, ജോലി ഉയർച്ച കിട്ടുന്നില്ല, പ്രമോഷൻ കിട്ടുന്നില്ല, ശത്രുദോഷം കൊണ്ട് നിങ്ങൾക്ക് വയ്യ, പ്രശ്നം കേസ് വിജയിക്കാൻ എന്ത് പ്രശ്നങ്ങൾക്കും ചെയ്യാം. വിശ്വാസം വേണമെന്ന് മാത്രം. ഇത് ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കരുത്. ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലെ ആശങ്കയെല്ലാം കളഞ്ഞേക്കണം. ആശങ്കയുണ്ടെങ്കിൽ അത് ഫലം കിട്ടണമെന്നില്ല. നിങ്ങൾ കഴിഞ്ഞ കാലമൊക്കെ മറക്കുക ചെയ്യുന്നതിന് മുമ്പ്. എങ്കിൽ മാത്രമേ ഈ വിദ്യ ചെയ്യുമ്പോൾ മനസ്സ് പൂർണ്ണമായിട്ട് അത് ചൊല്ലത്തുള്ളൂ. ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ല ചെയ്തെന്ന് പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല കേട്ടോ. അതുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഈ മന്ത്രം ഇതൊന്നും ആരും ഇതെല്ലാം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല, പറഞ്ഞുതരാൻ പറ്റത്തില്ല. പറഞ്ഞാണെങ്കിൽ ഇത് അതുകൊണ്ടുള്ള കാര്യങ്ങൾ, അത് ചെയ്യുന്ന പ്രയോഗങ്ങൾ അറിയണം. ചുമ്മാ അങ്ങ് പറഞ്ഞുതരാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പം ഇത് നിങ്ങളിത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഴുതി വെക്കുക. ആവശ്യമുള്ളപ്പം ചെയ്യുക. എല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ലേ പറയുന്നത്. ആവശ്യം പലർക്കും പലതാണ് ചെയ്യാൻ പറ്റുന്നത്. അവരവർ ചെയ്യട്ടെ. ഇനിയും ഇതുപോലെ തന്നെ കേസ്, വഴക്ക്, പ്രമോഷന് ഇല്ലായ്മ, പ്രമോഷൻ കിട്ടാന്, പ്രമോഷൻ തടസ്സപ്പെടുന്നവർക്ക്, പിന്നെ ജോലി ഉയർച്ചയില്ലാത്തവർക്ക്, കേസ്, വഴക്ക്, പ്രശ്നങ്ങളെ, മനസ്സമാധാന വില, ഇതിനെല്ലാം കൂടെ അടുത്തൊരു വിദ്യ കൂടെ പറഞ്ഞു തരികയാണ്. അപ്പോൾ അതും പറ്റുന്നവർ ചെയ്യുക. ചിലർക്ക് വടുക ഭൈരവന്റെ ആയിരിക്കും ബലം കിട്ടുന്നത്, ചിലർക്ക് വരാഹമൂർത്തിയുടെ ആയിരിക്കും, ചിലർക്ക് ഹനുമാന്റെ ആയിരിക്കും. അതുകൊണ്ടാണ് പല വിദ്യകൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ
ഹനുമാന്റെ ഒരു രഹസ്യവിദ്യ പറഞ്ഞു തരാം. ഇത് അത്ഭുതകരമായ മന്ത്രമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ മന്ത്രത്തിനകത്ത് ഹും ഫട്ട് എന്ന ഒരു ശബ്ദം വരുന്നുണ്ടെങ്കിൽ ആ മന്ത്രം ചില്ലറ മന്ത്രമല്ല. ആ മന്ത്രം അറിഞ്ഞു ജപിച്ചാൽ അത് ഫലമാണ്. ഹും ഫട്ട്, അതിനൊക്കെ വേറെ ചില കാര്യങ്ങളുണ്ട്. അത് ശക്തമായ മന്ത്രം തന്നെയാണ്. ഹനുമാന്റെ അത്തരത്തിലുള്ള ഒരു മന്ത്രമാണ് പറഞ്ഞു തരുന്നത്. ഓം ഹം ഹനുമതേ രുദ്രാത്മകായ ഹും ഫട്ട്, അത്രയേ ഉള്ളൂ. ഓം ഹം ഹനുമതേ രുദ്രാത്മകായ ഹും ഫട്ട്. ഈ മന്ത്രം അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ്. ഈ മന്ത്രം ജപിച്ച് നിങ്ങൾ ശനിയാഴ്ച വെറ്റില ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഏത് കാര്യവും സാധിച്ചു കിട്ടുമെന്നുള്ളതാണ്. ഈ മന്ത്രം ദിവസവും ജപിക്കാം. ദിവസവും ജപിക്കുമ്പോൾ രാവിലെ ജപിക്കാം. രാവിലെ മാത്രം ജപിച്ചാൽ മതി. ഈ മന്ത്രം ജപിച്ച് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ശനിയാഴ്ച സമർപ്പിക്കാൻ നല്ലതാണ്. കേസിൽ വിജയം, മനസമാധാനം. നിങ്ങൾക്കിപ്പം മനസമാധാനമില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്. എല്ലാ പ്രശ്നവും മാറിക്കിട്ടും, തടസ്സം മാറിക്കിട്ടും, പ്രൊമോഷൻ കിട്ടും, ഉയർച്ച കിട്ടും. നിങ്ങൾ വിദേശവാസം തടസ്സപ്പെടുന്നവർക്ക് അത് നടക്കും. എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റും. നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. അപകടങ്ങളൊക്കെ മാറിപ്പോവും. ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ വാഹന അപകടങ്ങളെ കുറിച്ച്. ഈ വാഹന അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വാഹനങ്ങൾ ഓടിക്കുന്നവര്, അപ്പൊ അത് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ഓടിക്കുക. എന്നാലും അവിടെ അപകടത്തിനുള്ള സാധ്യത ഇല്ലാതാകുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ പോലും വാഹനാപകടങ്ങളിൽ അപകടത്തിനുള്ള സാധ്യത ഇല്ലാതാകുന്നില്ല. വേറൊരുത്തനെ എതിരെ അശ്രദ്ധമായിട്ട് വന്നാലും നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് ഇവിടെ ദൈവാധീനവും കൂടെ വേണം. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു മന്ത്രമാണ് ശ്രീരാമ ജയരാമ ജയ ജയരാമ 3 തവണ വാ കൊണ്ട്. ഓം നമോ നാരായണായ 3 തവണ വാ കൊണ്ട് ജപിക്കുക. ഇത് ജപിച്ചിട്ട് വണ്ടിയെ കയറുക, ഇറങ്ങുമ്പോഴും ചെയ്യുക. അങ്ങനെ ഇതിന്റെ രഹസ്യം എന്ന് വെച്ചാൽ ശ്രീരാമ ജയരാമ ജയ ജയരാമ ജപിക്കുമ്പോൾ ഹനുമാന്റെ അനുഗ്രഹം കിട്ടും. ഹനുമാൻ ആ വണ്ടിക്ക് സംരക്ഷണം. അവിടാണ് അതിന്റെ രഹസ്യം. ഹനുമാനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇപ്പോൾ ഞാൻ പറഞ്ഞ മന്ത്രം ഓം ഹം ഹനുമതേ രുദ്രാത്മകായ ഹും ഫട്ട് സ്വാഹ. ഈ മന്ത്രം നിങ്ങൾക്ക് എപ്പോൾ വേണേലും മനസ്സിലും ജപിക്കാം. ഏത് പ്രശ്നത്തെ ഇല്ലാതാക്കാൻ നല്ലതാ. വാഗൊണ്ട് ദിവസവും രാവിലെ പറ്റുന്നവർ ജപിക്കുക. 1 മിനിറ്റോ 3 തവണ എത്രയാണെന്ന് വെച്ചാൽ. പിന്നെ മനസ്സ് ഫ്രീ ആയിട്ടിരിക്കും, നമുക്ക് ജപിക്കുക. പെട്ടെന്ന് ആ മന്ത്രം വശപ്പെടും. ഇതിനങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളുടെ മനഃശുദ്ധി മതി. പിന്നെ ശനിയാഴ്ച ഈ മന്ത്രം ജപിച്ച് വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് വെക്കുക. അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. പിന്നെ ഈ മന്ത്രത്തിന് നിങ്ങൾ ആ ഭഗവാനെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് വിളിക്കണം എന്നുള്ളതാണ്. ഞാൻ എത്രയോ ആളുകളുടെ പ്രശ്നം, പിന്നെ കേസ് ആവുള്ള കാര്യങ്ങൾ വിജയിക്കാൻ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന്റെ കൂട്ടത്തിൽ ശിവന് തിങ്കളാഴ്ച ജലധാര ചെയ്ത് പ്രാർത്ഥിക്കാൻ നല്ലതാണ്. കേസ് ആവുള്ള കാര്യങ്ങൾ വിജയം ഉണ്ടാകാനും മനസ്സമാധാനം ഉണ്ടാകാനും തടസ്സങ്ങൾ മാറാനും തിങ്കളാഴ്ച രാവിലെ ജലധാര അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും കേട്ടോ. എന്ത് ചെയ്താലും അതിന്റെ കൂടെ അതുകൂടെ ചെയ്യുന്നല്ല. തിങ്കളാഴ്ച രാവിലെ ജലധാര. കാരണം ഈ കാര്യം ചെയ്ത് വലിയൊരു തീർക്കാൻ പറ്റാത്ത പോലുള്ളൊരു കേസ് സമരിയായ അനുഭവം എനിക്കറിയാം. തിങ്കളാഴ്ച പോയി ജലധാര ചെയ്ത് ശിവന് രാവിലെ. ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല, അത് എൻ്റെ വീഡിയോ കാണുന്നവർക്കും അറിയാം, എല്ലാ കാണുന്നവർക്കൊക്കെ അറിയാം. കാരണം നമ്മൾ ഒരു ഈശ്വര്യമായ ഇതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഇന്നേ വരെ വീഡിയോയിൽ ഒരു നല്ല കാര്യമോ പറഞ്ഞിട്ടുള്ളൂ, ഒരു യുക്തിയില്ലാത്ത കാര്യമോ അല്ലെങ്കിൽ എല്ലാം നല്ല കാര്യങ്ങളും അനുഭവമുള്ള കാര്യങ്ങളും നന്മ ഉണ്ടാകുന്ന കാര്യങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എത്രയോ ജീവിതങ്ങൾ കണ്ടതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ജീവിതങ്ങളെല്ലാം ഇപ്പം ഒരാൾ കല്യാണം കഴിച്ചു ഭാര്യമായിട്ട് ജീവിക്കുന്നു. ആദ്യം കുറച്ച് നാൾ സന്തോഷമായി ജീവിക്കുന്നു, പിന്നെ കലഹമാകുന്നു, വഴക്കാകുന്നു, പ്രശ്നമാകുന്നു. ഇതൊക്കെ ആഴത്തിലേക്ക് പരിശോധിച്ച് പോകുമ്പോൾ അവിടെ 3 കാരണങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് വൺ, സാമ്പത്തിക പ്രശ്നം. ഇത് തന്നെയാണ് മെയിൻ കാരണം. സാമ്പത്തിക പ്രശ്നം, സമയത്തിന്റെ, അതായത് ഇപ്പം സമയം വേണ്ട രീതി ഉപയോഗിക്കുന്നില്ല. 1 സാമ്പത്തിക പ്രശ്നം, 2 സമയത്തിന്റെ പ്രശ്നം, 3 തീരുമാനങ്ങൾ ശരിയായിട്ട് എടുക്കുന്നില്ല. ഈ 3 കാര്യങ്ങളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. ഇപ്പം ഭാര്യ പറയുന്നു പല കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം സാമ്പത്തികമില്ല, അതൊരു പ്രശ്നമാണ്. 2, സമയം. ഇപ്പം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല, 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, 3ാമത്. ഈ 3 കാര്യങ്ങളാണ് മിക്കവാറും എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. ഇപ്പം പ്രധാന സാമ്പത്തികം തന്നെയാണ് കേട്ടോ. നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ചെയ്താലും സാമ്പത്തികം തന്നെ വേണം.
എന്നാൽ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് പല സ്ഥാപനങ്ങളിലുമൊക്കെ. പക്ഷേ ഈ സാമ്പത്തിക പ്രശ്നം ഒട്ടും മാറത്തുമില്ല. അതിന് കാരണം എന്നാണെന്നറിയോ? സാമ്പത്തിക പ്രശ്നം മാറണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് വലിയ സാലറി ആയിരിക്കണം. ചെറിയ സാലറി ആണെങ്കിൽ ഒരിക്കലും ആ പ്രശ്നം മാറാൻ പോകുന്നില്ല. വലിയ സാലറി ആയിരിക്കണം. രണ്ട്, സ്വന്തമായിട്ട് ഏതെങ്കിലും തൊഴിൽ ചെയ്യണം. അല്ലെങ്കിൽ ഈ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുമ്പോൾ ഉള്ള ഗുണം, അവിടെ സമയം നമുക്ക് നമ്മുടേതായ സമയം കൂടെ കിട്ടും. നമ്മളുടേതായ സമയം കൂടെ അവിടെ നമുക്ക് കിട്ടും സ്വന്തമായിട്ട് ജോലി ചെയ്യുമ്പോൾ. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ടൊരു കട നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്നു, നിങ്ങൾക്ക് പൈസയും കിട്ടും. അത് പൈസ എന്ന് പറഞ്ഞാൽ അന്നത്തെ മൂല്യത്തിനുള്ള കാശ് നിങ്ങൾക്ക് കിട്ടും. അവിടെ പൈസയ്ക്ക് ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾ കഷ്ടപ്പെടുന്നതാണ് നിങ്ങളുടെ പൈസയുടെ അളവ്. ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും പണം വരും. മാത്രമല്ല സമയം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരിടത്ത് പോകണം, സ്വന്തം സ്ഥാപനമാണെങ്കിൽ ആരോടും ചോദിക്കേണ്ട, നിങ്ങൾക്ക് പോകാം. സമയം നിങ്ങൾക്ക് കൊണ്ട് ചെലവഴിക്കാൻ പറ്റും. ഇനിയും ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു, ഒരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, സ്ത്രീകളാണെങ്കിൽ പോലും അവർക്ക് ഏറ്റവും കൂടുതൽ വീട്ടിൽ പ്രശ്നം വരാൻ കാര്യം എന്നാണെന്നറിയോ? ഞാൻ എൻ്റെ അടുത്ത് ഗ്രഹനില പരിശോധിക്കുന്ന 10,000 അനുഭവങ്ങൾ നോക്കി ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ജോലിയില്ലാത്ത, ഒന്നുകിൽ ഭർത്താവിന് ജോലിയില്ല, അല്ലെ ഭാര്യയ്ക്ക് ജോലിയില്ല, ഈ വീടുകളിലാണ് കൂടുതൽ ഒരുപാട് പ്രശ്നങ്ങൾ മറ്റുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജോലി ഇല്ലാതെ വരുമ്പോൾ സാമ്പത്തികം അങ്ങ് അടയും. പിന്നെ അത് വൈകാരികമായ പ്രശ്നങ്ങളിലേക്ക് മാറും. നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന രീതിയിലേക്ക് മാറും ആ സാമ്പത്തിക പ്രശ്നം. അങ്ങനെയാണ് പല പല ഡൈവോഴ്സുകളും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭർത്താവിനാണെങ്കിലും ജോലി വേണം, ഭാര്യയ്ക്കാണെങ്കിലും ജോലി വേണം. ഇപ്പൊ പല വീടുകളിലും ഭാര്യയ്ക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഭാര്യയ്ക്ക്. അല്ലെ ഭാര്യയെ ഭർത്താവ് വളരെ ഒന്നും അല്ലാത്ത രീതിയിൽ സംസാരിക്കത്തില്ല. ഒരു വില ഉണ്ടാവും, ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിലേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവൂടെ കിട്ടുക. ഒരു തീരുമാനം, ഇപ്പം ഭാര്യയ്ക്ക് ഭർത്താവായിട്ട് പ്രശ്നമാണ്, നിങ്ങൾ എന്നെ തോൽപ്പിക്കാനൊന്നുമില്ല, എനിക്ക് വേറെ ഒരു വീട്ടിലേക്ക് മാറാം, സാമ്പത്തികം വേണം ഒരു തീരുമാനം എടുക്കാൻ. വേറെ മാർഗങ്ങളില്ലാതെ, വേറെ വഴിയില്ലാതെ ഇരിക്കുമ്പോഴാണ് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനം സാമ്പത്തികം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനൊന്നുകിൽ നമ്മൾക്ക് ഇപ്പം ചെയ്യുന്ന ജോലിയിൽ നമുക്ക് സാമ്പത്തികം കിട്ടുന്നില്ലെങ്കിൽ കൂടുതൽ സാമ്പത്തികത്തിനുള്ള ജോലിയിലേക്ക് മാറണം, അല്ലെങ്കിൽ കൂടുതൽ സമയം ജോലി ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഈ 3 മാർഗങ്ങളാണ് സാമ്പത്തികം വരാൻ. അല്ലാതെ സാമ്പത്തികം വരാതെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ പോരായ്മകൾ പരിഹരിക്കപ്പെടത്തില്ല. നമ്മളിത് അമ്പലത്തിൽ പോകുന്ന വഴിപാട് ചെയ്യുന്നെങ്കിൽ നമുക്ക് ദൈവാധീനത്തിനുള്ള കാര്യങ്ങൾ കിട്ടുകയും നമ്മുടെ ബുദ്ധി തെളിയും. ഈശ്വരൻ സാഹചര്യങ്ങൾ ഒരുക്കി തരും, പക്ഷെ നമ്മുടെ കൈ കൊണ്ട് തരത്തില്ല. നമ്മൾ കണ്ടെത്തണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ പക്ഷികൾക്കും ഈശ്വരൻ ആഹാരം കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒന്നിനും വായി കൊണ്ട് വെച്ച് കൊടുക്കാറില്ല. കണ്ടെത്താനുള്ള ബുദ്ധിയാണ്. നമുക്കത് തന്നെയാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അപ്പൊ നമുക്കത് കണ്ടെത്താനുള്ള ഒരു കഴിവാണ് ഈശ്വരൻ തരുന്നത്. നമ്മളാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ അങ്ങനെ കണ്ടെത്തുമ്പോൾ നല്ല രീതിയിലുള്ള വരുമാനം കണ്ടെത്തണം. അതാ ഞാൻ പറഞ്ഞത്. തട്ടിമുട്ടി പോകാനുള്ള വരുമാനം കണ്ടെത്തിയ ജീവിതം മുഴുവൻ അലച്ചിലും ക്ലേശവുമായിരിക്കും. ചില ബുദ്ധിപരമായിട്ട് കൂടുതൽ വരുമാനത്തിലുള്ള കാര്യം കണ്ടെത്തണം. അതിന് ചെയ്യാവുന്നത്, ഒന്നുകിൽ നമ്മൾ ജോലി ചെയ്യുന്നത് ശമ്പളം കുറവാണെങ്കിൽ കൂടുതൽ ശമ്പളത്തിലേക്ക് സമയം കളയാതെ മാറണം, അല്ലെങ്കിൽ കൂടുതൽ സമയം ജോലി ചെയ്ത് കൂടുതൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യണം. ഈ 3 വഴികളാണ്. അപ്പൊ ഈ സാമ്പത്തികം ഉണ്ടാകുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ മാറും, സമയം നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയം കിട്ടും, നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കിട്ടും. ഇതെല്ലാം സമ്പത്ത് നമുക്ക് തരുമെന്നുള്ളതാണ്. അല്ലെ പിന്നെ ഹിമാലയത്തിലേക്ക് പോയി സന്യാസിയായിട്ട് ജീവിക്കണം. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പണം വേണം. ഇപ്പൊ നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഒരു ഉപദേശം കൊടുത്ത് കഴിഞ്ഞാൽ സാധനം കിട്ടുമോ? പണം കൊടുത്താലേ കിട്ടത്തുള്ളൂ. പണത്തിന് പണം വേണം. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. നല്ല വിദ്യാഭ്യാസം കൊടുത്താലേ നല്ല ജോലി കിട്ടത്തുള്ളൂ. അതിനൊക്കെ പണം വേണം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ. ഇപ്പൊ ഒരു കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ 2 പേർക്കും വരുമാനം ഇല്ലെങ്കിൽ, അല്ലെ അച്ഛന് വരുമാനം കുറവാണെങ്കിൽ, ആ കുടുംബം മുഴുവൻ അത് സഫറിങ്സ് ചെയ്യേണ്ടത്, കുടുംബം മുഴുവൻ അതിന്റെ അനുഭവിക്കുന്നത്. അപ്പം വരുമാനം, ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കിടന്ന എത്രയോ ആളുകൾ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ടെന്നറിയോ? ഓട്ടോ ഓടിക്കുന്നവരുണ്ട്, റെസ്റ്റോറൻറ്റ് നടത്തുന്നവരുണ്ട്, തട്ടുകട നടത്തുന്നവരുണ്ട്, സ്വന്തമായിട്ട് പിന്നെ തയ്യൽ നടത്തുന്നവരുണ്ട്, പിന്നെ ഫാഷൻ ഡിസൈനിങ് നടത്തുന്നവരുണ്ട്, ഇന്ന് വേണ്ട സ്വന്തമായിട്ട് ഒരുപാട് കൊച്ചു കൊച്ചു സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നല്ല പറഞ്ഞാൽ, ഒരു ചെറിയ സംരംഭമാണെങ്കിൽ പോലും സ്വന്തമായിട്ട് നിങ്ങളുടെ കൈ നിൽക്കുന്നതായിരിക്കണം, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കണം. അങ്ങനെ മനസ്സിലായി ചെയ്താൽ
ഈ സ്വന്തമായ തൊഴിൽ ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കാത്ത വരുമാനമുണ്ട്. ഒരു തട്ടുകടയുടെ വരുമാനം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എനിക്ക് തട്ടുകടക്കാർ വളരെ പരിചയമുണ്ട്, എൻ്റെ കസ്റ്റമേഴ്സ് തട്ടുകടക്കാരുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വരുമാനമേ അല്ല, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഒരു മാസം വരുമ്പോൾ കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഫുഡിന്റെ ബിസിനസ് നല്ല ഫുഡ് ആയിരിക്കണം, ക്വാളിറ്റി ഫുഡ് ആയിരിക്കണം. മനുഷ്യനെ പറ്റിക്കരുത്, ആദ്യം നാളെ നിലനിൽക്കത്തില്ല. നല്ല ഫുഡ് ആയിരിക്കണം, നല്ല രീതിയിൽ ഇടപെടണം ആളുകളോട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫുഡിൻ്റെ ഒരു ചെറിയ തട്ടുകട ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാരങ്ങാവെള്ളം തട്ടുകട, പിന്നെ ഭക്ഷണ ദോശ, ഇഡലി, അല്ലെ പൊറോട്ട, ഇങ്ങനെയൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളൊക്കെ എന്ത് വരുമാനം ഉണ്ടാക്കുന്നറിയോ? ഇന്നത്തെ കാലത്ത് മനുഷ്യനെല്ലാം വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നവരാ. അത് പെട്ടെന്ന് അറിയാൻ ആശുപത്രി പോയാൽ മതി. ഈ തട്ടുകടയിൽ പോകുന്നവരെല്ലാം പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആശുപത്രിയിലോട്ട്. കൊളസ്ട്രോൾ കൂടുതൽ, ഷുഗർ കൂടുതൽ, ആശുപത്രിയിൽ തിരക്ക് കൂടുക. അപ്പം ഈ തട്ടുകട ഫുഡുകൾ ഇങ്ങനെ. പക്ഷെ മനുഷ്യനത് മാറ്റത്തില്ല. കാരണം മനുഷ്യന് എളുപ്പമുണ്ട്. ആരെയും കുറ്റം പറയുന്നതല്ല, എളുപ്പമുണ്ട്. മിക്കവാറും വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ്, ചൂട് ഫുഡ്, വെളിയിൽ നിന്ന് ഫുഡ്, ഇതൊക്കെയാണ് മനുഷ്യൻ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മനുഷ്യൻ അവൻ്റെ സൗകര്യമാണ് നോക്കുന്നത്. ഇന്ന് ഫുഡ്, നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കുന്നിടത്തൊക്കെ നല്ല കച്ചവടമാണ്. ഇങ്ങനെ എത്ര സംരംഭങ്ങളുണ്ടെന്നറിയാം നമുക്ക് സാധാരണ രീതി ചെയ്യാനുള്ളത്. ഈ സംരംഭങ്ങൾ ചെറുതാണെങ്കിലും ചെയ്യുമ്പോൾ ഏറ്റവും നല്ല നിങ്ങളുടെ ഡെപ്പോസിറ്റ് എന്നാണെന്നറിയോ? നിങ്ങൾ അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല സർവീസ് ആളുകൾക്ക് കൊടുക്കുക, നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുക. അതാണ് അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഡെപ്പോസിറ്റ്. നല്ല സർവീസ് കൊടുക്കുക, നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുക. ചില കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തല്ലാൻ വരുന്ന പോലെ ആളുകളോട് സംസാരിക്കുന്നത്. ഇപ്പം ദോശ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ പണ്ടൊരു കടയിൽ കയറി, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, കടയിൽ കയറി. അപ്പം ഇച്ചിരി ചമ്മന്തി ചോദിച്ചു. പുള്ളി എന്നെ തല്ലാൻ വരുക. ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇപ്പോഴല്ല കേട്ടോ, കോളേജിൽ പഠിക്കുന്ന സമയത്ത്, കുറേ വർഷങ്ങൾക്ക്. ഇത്രയേ ഉള്ളൂ, ഞാനിനി തുടരണം, മര്യാദയ്ക്ക് പറയാമല്ലോ. എത്ര പിന്നെ കടയിൽ കയറൂ? ഇത് മര്യാദയ്ക്ക് പറയാം. അല്ലെ ദോശ ഇനി ചോറണം, അല്ലെ സമ്മതി ഇത്രയേ ഉള്ളൂ, ഓക്കെ. തല്ലാൻ വരുന്ന പോലെ സംസാരിക്കുക, പിന്നെ കടയിൽ കയറുമോ? ഞാൻ പിന്നെ അവിടെ കയറിയിട്ടില്ല. ഇതുപോലല്ലേ ഓരോരുത്തരും. നമ്മുടെ നാക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നല്ല ക്വാളിറ്റി ഫുഡ്. ഇങ്ങനെ പിന്നെ ഇപ്പം സ്റ്റിച്ചിങ്ങിൻ്റെ ഒരുപാട് നല്ല തയ്യക്കടക്കാർക്ക് ഒരിക്കലും ബുദ്ധിമുട്ടില്ല. പറയുന്ന സമയത്തിന് കൊടുക്കണം. ഒരു സാധനം തയ്ക്കാൻ കൊണ്ടുവന്ന് പറയുന്ന സമയത്തിന് കൊടുക്കുന്നവർക്ക് പണിയില്ലാതെ വരത്തില്ല. നല്ല വർക്കും ആയിരിക്കണം, നല്ല ഇടപെടിയിലായിരിക്കണം. സ്ത്രീകൾക്കൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി എന്തെല്ലാം സാധ്യതകളാണെന്നറിയോ? ഇതിൻ്റെയൊക്കെ വരുമാനം വേറെ ലെവലാണ്. നമുക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനെക്കാളും 10 ഇരട്ടി വരുമാന വർധന ഉണ്ടാവും. കാരണം ദിവസം നമ്മുടെ പണം വരിക. ദിവസം പണം വരുന്നവനാണ് യഥാർത്ഥ സമ്പന്നൻ. അപ്പോൾ ഞാനീ പറഞ്ഞ ഒക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.